ത്തിനും ഭാഷയ്ക്കും അപ്പുറം സ്നേഹം കൊണ്ട് തുന്നിച്ചേർത്ത അസാധാരണമായ ഒരു ബന്ധത്തിന്റെ കഥയാണ് വട്ടാഞ്ചേരി സ്വദേശി ത്വാഹ ഇബ്രാഹിമിൻ്റേത്. സാറ കോഹൻ എന്ന ഒരു ജൂത സ്ത്രീയുടെ പ്രിയപ്പെട്ട സാധനങ്ങൾ നിധി പോലെ സൂക്ഷിക്കുകയാണ് ഇപ്പോഴും ത്വാഹ. തന്റെ കാലം കഴിഞ്ഞാലും വട്ടാഞ്ചേരിയുടെ ജൂത സംസ്കാരം അന്യം നിന്ന് പോകരുത് എന്നാണ് ത്വാഹയുടെ ആഗ്രഹം. ഒരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഏറ്റവും ഉത്തമം അയാളുടെ ഓർമ്മകൾ തീവ്രതയിൽ സൂക്ഷിക്കുകയാണ്. അത്തരത്തിൽ മരണപ്പെട്ടു പോയ ഒരു യഹൂദ സ്ത്രീയുടെ, സാറാ കോഹൻ എന്ന യഹൂദ സ്ത്രീയുടെ ഓർമ്മകൾ ഇന്നും സൂക്ഷിക്കുകയാണ് ത്വാഹ ഇബ്രാഹിം എന്ന മട്ടാഞ്ചേരിക്കാരൻ. മട്ടാഞ്ചേരിയിൽ താമസിച്ചിരുന്ന ജൂതന്മാർ ഉപയോഗിച്ചിരുന്ന ഓരോ കൊച്ചു സാധനങ്ങളും നിധി പോലെ സൂക്ഷിക്കുന്ന ആളാണ് ത്വാഹ ഇബ്രാഹിം. ഇവയിലെല്ലാം സാറാ കോഹൻ എന്ന താൻ വിളിക്കുന്ന സാറ ആന്റിയുടെ ഓർമ്മകളുണ്ട്. മരിക്കുവോളം സാറയുടെ നിഴലായിരുന്നു ത്വാഹ. തയ്യലറിയാവുന്ന ത്വാഹ സാറാ കോഹന്റെ സന്തത സഹചാരിയായി. പിന്നീട് മകനും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെ തെരുവിൽ കച്ചവടത്തിന് വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സാർ എൻ്റെ ഹസ്ബൻഡായിരുന്നു. ഉപ്പ തയ്യൽക്കാരനാണ്, തയ്യലിന് കുറച്ച് ബന്ധമുണ്ടായിരുന്നു. തയ്യലുമായിട്ട് പിന്നെ ആൻറ്റിയായിട്ടും അങ്ങോട്ട് ബോണ്ടായി. ആൻറ്റി ആണെങ്കിൽ തയ്യൽ ഭയങ്കര എക്സ്പെർട്ടായിരുന്നു. ആൻറ്റി ഒരുപാട് എംബ്രോയിഡറി ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാം പഠിപ്പിക്കുന്നപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂതന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഷോളാണ് തൈലീം. അപ്പോൾ ഈ ഷോളിൽ എഴുതിയിരിക്കുന്ന അവരുടെ ഒരു ഹിബ്രു പ്രാർത്ഥന, അപ്പോൾ ഇതിലുള്ള എല്ലാ ലെറ്റേഴ്സും ആൻറ്റി എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് അവരുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. മരണക്കിടക്കയിൽ സാറയുടെ ഭർത്താവ് ത്വാഹയോട് ആവശ്യപ്പെട്ടത് സാറയെ പരിപാലിക്കണം എന്നാണ്. സാറ ആവശ്യപ്പെട്ടത് തന്റെ കടയെ പരിപാലിക്കണമെന്നും. ഇരുവർക്കും കൊടുത്ത വാക്ക് ത്വാഹ പതിറ്റാണ്ടുകൾക്കിപ്പുറവും കാക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മെസ്സേജാണ്. അല്ലാതെ മനുഷ്യനെ വിരോധം ഉണ്ടാക്കുന്ന ഇതല്ല. ഇവിടെ മതങ്ങൾ, രണ്ടു കൂട്ടർക്കും മതങ്ങളില്ല എന്നല്ല, രണ്ടു കൂട്ടർക്കും മതവിശ്വാസിയാണ്. ഞാൻ റംസാനിൽ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സാർ ആൻറ്റി മരിക്കുന്നവരെ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റിക്കാട് നിന്ന വ്യക്തിയാണ്. അപ്പം മതമില്ലാത്ത ആളുകളല്ല, നമ്മൾ മതമുള്ള ആളുകളായിരുന്നു. പക്ഷേ രണ്ടുപേരുടെ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു ഗ്രന്ഥശാലയായിരുന്നു ഈ വീട് ഇനിയും അങ്ങനെ നിലനിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതഭ്രാന്തിനെ കുറിച്ചുള്ള അവിശുദ്ധ നുണകൾ കേന്ദ്ര സർക്കാർ കേരളത്തെക്കുറിച്ച് പറയുമ്പോഴും ത്വാഹ ഇബ്രാഹിമിനെ പോലെയുള്ളവരുടെ കേരള സ്റ്റോറി പ്രധാനം തന്നെയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിഷ്ണുവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.